ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അസ്ലം ചുക്ക് വിത്ത് യു. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നത് നമ്മുടെ കാറ് സംബന്ധിച്ച ഒരു ഡ്രൈവിംഗ് ടിപ്സ് ആയിട്ടാണ്. അതായത് നമ്മളൊക്കെ കാർ എ സി ഇടാത്തവരാരും ഇല്ല. ഏത് വണ്ടി കയറാൻ അപ്പോൾ ഓണാക്കുന്നത് എ സി ആയിരിക്കും. അപ്പോൾ എ സി നമുക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷൻ നമുക്ക് മുഖത്ത് മാത്രമായിരിക്കും എ സിൻ്റെ ആ ഒരു ഇത് വേണ്ടി വരിക, എയർ. അതുപോലെ തന്നെ കാലിനാട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ എ സിക്ക് ഒരുപാട് സ്വിച്ച് ഉണ്ട്. നമ്മുടെ നാട്ടിലെ വണ്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ അൾട്ടോ ആയാലും സ്വിഫ്റ്റ് ആയാലും അതിൻ്റെയൊക്കെ എ സി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മാനുവൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. പക്ഷെ അതിനെക്കാട്ട് കുറച്ച് വലിയ വണ്ടിയാകുമ്പോൾ അതിൻ്റെ എ സിൻ്റെ സിസ്റ്റം മാറ്റാണ്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ വണ്ടി ഉള്ളത്. ഇത് കിയയുടെ ഗ്രാൻഡ് കാർണിവൽ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് എ സിയുടെ ബട്ടൺ. ഈ ബട്ടൺ അമർത്തി നമുക്ക് എ സി വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് ശേഷം നമ്മൾ മേലെയുള്ള ഈ ഒരു ബട്ടൺ കാണുന്നില്ല, ഇത് ഒരു ഫ്ലവർ പോലെയുള്ള ഒരു ചിഹ്നത്തിൽ ഫ്രണ്ടിന് എഴുതിയിട്ടുള്ള ഒരു ഫ്ലവർ പോലെ ചിഹ്നത്തിൽ കാണാം. അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള എ സിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഫാൻ സ്പീഡും ടെമ്പറേച്ചറൊക്കെ കൂട്ടുന്നതിനുള്ള രണ്ട് സ്വിച്ചാണിത്. ഒരു സ്വിച്ചാണിത്. പക്ഷേ ഇത് ഒരു ഭാഗത്ത് അമർത്തിയാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ കാറിൻ്റെ ഫാനിൻ്റെ സ്പീഡും അതും എയർ ടെമ്പറേച്ചറും കൂടുന്നത് കാണാൻ സാധിക്കും. ഇനി കുറക്കണമെങ്കിൽ അതേ ബട്ടണിൽ സൈഡിൽ ലെഫ്റ്റായിട്ട് അമർത്തിയാൽ നിങ്ങൾക്ക് അത് കുറക്കാൻ സാധിക്കും. ഈ രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ബട്ടണാണ്. ഇത് പ്രസ് ചെയ്ത് നമുക്ക് ഈ വാഹനത്തിൻ്റെ എ സി ഫുള്ളായിട്ട് ഓഫ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓണാക്കാം ഒന്നും കൂടി. ഇനി മൂന്നാമത്തതാണ് മെയിൻ സ്വിച്ച്. മൂന്നാമത്തെ സ്വിച്ച് എന്താണെന്ന് പറയാന്ന് വെച്ചാൽ നമ്മുടെ മോഡ്, അതായത് ഈ വാഹനത്തിൻ്റെ നമുക്കിപ്പോൾ ഈ ഇത് കാണുന്നില്ല, ഇവിടെ ഒരാൾ ചിഹ്നം കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ ചിഹ്നത്തിൽ നമ്മുടെ ഇപ്പോൾ ഈ മുഖത്തേക്ക് വരുന്ന ഒരു മോഡിലാണ് ഈ വാഹനം ഇട്ടിട്ടുള്ളത്. മുഖത്തേക്ക് എയർ ഫ്ലോ വരാൻ വേണ്ടിയിട്ട് മുഖത്തേക്കാണ് കൂടുതലായിട്ട്. നമുക്ക് വേറെ ഒരു ഭാഗത്ത് കാൽഭാഗത്തേക്കൊന്നും വരികയില്ല. നമ്മുടെ ഈ കാറിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ എയർ ഫാനും നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു മോഡാണിത്. ഇനി ഒരിക്കലും കൂടി പ്രസ് ചെയ്താൽ നമുക്ക് കാലിൻ്റെ ഭാഗത്തേക്കും മുഖത്തേക്കുമുള്ള ഫേസിലേക്കും ലെഗിലേക്കും വരുന്ന ഒരു എയർ ടെമ്പറേച്ചർ, അതായത് എയർ ഫ്ലോ ആണ് ഈ കാണിക്കുന്നത്. അതോടൊപ്പം മൂന്നാമത്തെ ഒന്നും കൂടി അമർത്തിയാൽ നമുക്ക് വെറും ലെഗ് സ്പേസിലേക്ക് മാത്രം എയർ ഫ്ലോ വരുന്നത് കാണാൻ സാധിക്കും. ഈ നാലാമത്തെ അമർത്തിയാൽ കാലിലേക്കും അതുപോലെ തന്നെ വിൻഷീൽഡിലേക്കും പോകുന്ന എയർ ഫ്ലോ, അതായത് ഈ സാധനം തന്നെ ഈ വിൻഷീൽഡിലേക്കും പോകുന്ന എയറിൻ്റെ മാത്രം മോഡാണത്. വീണ്ടും നമുക്ക് അത് അമർത്താം. ഈ അങ്ങനെ 4 മോഡാണുള്ളത്. ഒന്ന് മുഖത്തേക്കും, ഒന്ന് ഫേസിലേക്കും, മറ്റൊന്ന് ലെഗ് സ്പേസിലേക്കും, അതുപോലെ തന്നെ ലെഗ് സ്പേസിലേക്കും മുഖത്തേക്കും, മറ്റൊന്ന് നമ്മുടെ കാറിൻ്റെ വിൻഷീൽഡ് മുന്നിലേക്കുമുള്ള ഒരു ബട്ടണാണിത്. അടുത്ത ബട്ടൺ റിയർ എന്ന് പറഞ്ഞ ഒരു ബട്ടണാണ്. റിയർ മീൻസ് ബാക്ക് സൈഡുള്ള, ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, ഈ ഫ്രണ്ട് ഭാഗത്തെ ടെമ്പറേച്ചർ, ഫാനിൻ്റെ സ്പീഡും ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ബാക്ക് സൈഡ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ എത്ര സ്പീഡ് ഫാൻ വേണം, അല്ലെങ്കിൽ എത്ര സ്പീഡ് ടെമ്പറേച്ചർ വേണം, എത്ര തണുപ്പ് വേണം, നല്ല തണുപ്പുള്ള നല്ല ചൂടുള്ള സമയത്ത് ഫുള്ളായിട്ട് നമുക്ക് ചിലപ്പോൾ ഇടേണ്ടി വരും. അങ്ങനെയുള്ള ബാക്ക് സൈഡുള്ള ഒരു ടെമ്പറേച്ചർ കൺട്രോളിങ് സ്വിച്ചാണിത്. അടുത്തത് ഈ സ്വിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എ സി, നമ്മുടെ എയർ ഫ്ലോ, നമ്മുടെ ഉള്ളിലുള്ള എയർ ഫ്ലോ സർക്കുലേഷൻ, അതായത് ബാക്ക് സൈഡുള്ള എയറും അതുപോലെ തന്നെ ഈ വണ്ടിക്കുള്ളിലുള്ള എയർ നമ്മൾ ഇവിടെ തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ട് പോകാനുള്ള ഒരു സ്വിച്ചാണിത്. ഈ സ്വിച്ച് അമർത്തിയാൽ നമുക്ക് ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും എവിടെയുള്ള ടെമ്പറേച്ചർ ഒരേപോലെ വീണ്ടും സർക്കുലേറ്റ് ചെയ്തിട്ട് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കും. ഓക്കെ. അടുത്ത ബട്ടൺ, ഫ്രണ്ട് ബട്ടൺ എഴുതിയിട്ട് ഒരു ഇത് കാണാൻ സാധിക്കും, ഒരു ഫ്രണ്ട് ബട്ടൺ എഴുതിയിട്ട്. ഇതെന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ബട്ടൺ അമർത്തിയാൽ നമുക്ക് നമ്മുടെ ഈ ചില തണുപ്പുള്ള സമയത്തൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മലയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയാൽ, അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് നമ്മുടെ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആവി പിടിച്ചിട്ട്. കോട് മഞ്ഞലുള്ള സമയത്ത് നമ്മൾ മലക്കെല്ലാം കയറുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസ്സും ഒക്കെ ആവി പിടിച്ചിട്ട് പുറത്തൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ബട്ടൺ അമർത്തിയാൽ മതി. ഈ ബട്ടൺ അമർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വിൻഷീൽഡ്, ഇതാ നമ്മൾ നേരത്തെ കാണിച്ചതുപോലത്തെ വിൻഷീൽഡിലേക്ക് മാത്രമുള്ള ഒരു എയർ വരികയും നമ്മുടെ ഈ ഗ്ലാസ്സിലുള്ള ഒരു നീരാവി പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പോകുന്നത് കാണാൻ സാധിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു മഴയുള്ള സമയത്ത് കൂടുതലായിട്ട് ഗ്ലാസ്സിനൊക്കെ ആവി പിടിക്കുന്ന സമയത്ത് എ സി ഇട്ടാൽ അത് ഡബിൾ ആവുകയും പിന്നെ നമുക്ക് പുറത്തുള്ള വിൻഡോ ഒന്നും കാണാൻ സാധിക്കില്ല.
അതിനുള്ള ബട്ടണാണ് ഇത്. ബാക്ക് റിയറിലുള്ള ഗ്ലാസ്സിന് വേണ്ട ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു മയന സമയത്തൊക്കെ തണുപ്പുള്ള സമയത്ത് ആ ഒരു നീരാവി ഒഴിവാക്കാനുള്ള ആ ഒരു സ്വിച്ചാണ് ഈ റിയർ ബട്ടണിലുള്ള ഈ സ്വിച്ച്. അടുത്ത റിയർ ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ബട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്കൊരു ബാക്ക് സൈഡ്, ഇപ്പോൾ ബാക്ക് സൈഡുള്ള ഒരു ഏകദേശം ഇപ്പോൾ ഒരു 4 കുറ്റിയിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ബാക്കിലത്തെ കൺട്രോൾ ചെയ്തിട്ടുള്ളത്, ബാക്കിലത്തെ ടെമ്പറേച്ചറും തണുപ്പൊക്കെ. അപ്പോൾ ബാക്കിലത്തെ ഫാനൊക്കെ അപ്പോൾ അതിൽ ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് വണ്ടി ഓഫാക്കി വേറെയും പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മൾ ബാക്ക് റിയർ ഓൺ ആക്കിയാൽ മാത്രം മതി, നമ്മൾക്ക് ആ നേരത്തെ സെറ്റാക്കി വെച്ച ആ ഒരു ലോക്ക് തന്നെ ആ ഒരു ടെമ്പറേച്ചർ തന്നെ നമുക്ക് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് റിയർ ഓൺ ഓഫ് സ്വിച്ചാണ്. നമുക്ക് ബാക്കിലത്തെ വേണോ വേണ്ടയോ, ബാക്കിലത്തെ AC വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സ്വിച്ചാണ് ഈ സ്വിച്ച്. ഓക്കെ, അടുത്തത് ഈ സ്വിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ അൾട്ടോനും ഇതിനൊക്കെ സാധാരണ മാനുവൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും ഒരു നോബാണ്. ആ നോബ് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരിക്കല. അപ്പോൾ അവിടെ ഒരു നീല ബട്ടണും അല്ലെങ്കിൽ നീല ഒരു സൈനിങ്, അതുപോലെ തന്നെ റെഡ് സൈനിങ് കാണാൻ സാധിക്കും. ഈ നീല സൈനിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ടെമ്പറേച്ചർ, അതായത് നമ്മളിപ്പോൾ AC ഇപ്പോൾ ഞാൻ 3ലാണ് ഇട്ടതെങ്കിലും 3ലാണ് ഇട്ടത് AC. അപ്പോൾ എനിക്ക് കൂടുതൽ നല്ല തണുപ്പാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ പരമാവധി ലെഫ്റ്റിലേക്ക് തിരിക്കാം. ഇപ്പോൾ എനിക്ക് 3ൽ, അതായത് 3ൽ ഫാനിൻ്റെ സ്പീഡും അതോടൊപ്പം ടെമ്പറേച്ചർ തണുപ്പ് കുറച്ച് കുറഞ്ഞിട്ടാവുകയാണെങ്കിൽ വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ എത്ര ഡിഗ്രിയിലാണ് നമുക്ക് വേണ്ടത്, 20 ആണെങ്കിൽ 21, 22, 23 അങ്ങനെ ഏത് ഡിഗ്രിയിലാണ് നമുക്ക് വേണ്ടത് ആ ഡിഗ്രിയിലനുസരിച്ച് കൺട്രോൾ ചെയ്യാം. ലെഫ്റ്റ് നോക്കിയാലും ഈ ബ്ലൂ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കുറേ കഴിഞ്ഞ് കുറച്ചും കൂടി അധികം അമർത്തിയാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് 31 വരെ പോകും. 31 ശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ H-നെ ഇത് കാണാൻ സാധിക്കും. അതായത് പിന്നെ അത് റെഡ് ബട്ടണിലേക്ക് അതായത് റെഡിലേക്ക് പോയി. റെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോട്ടാണ്. പിന്നെ നമുക്ക് AC ഓൺ ചെയ്താലും വരുന്നത് ചൂടായിരിക്കും വരിക. നമ്മളിപ്പോൾ അതിനനുസരിച്ച് പിന്നെ വരുന്നത് ചൂട് നമ്മുടെ AC ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്നത് പിന്നെ ചൂടായിരിക്കും. നമ്മൾ ഈ തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ഈ AC ഓൺ ചെയ്തിട്ട് ഈ ബട്ടൺ റെഡിലേക്ക് മാറ്റിയാൽ മതി, ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് ഞാനിപ്പോൾ യെല്ലോന്ന് എഴുതിയത് ഇത് ഏറ്റവും തണുപ്പിലാണ് ഉള്ളത് ഈ വണ്ടീൻ്റെ ഇപ്പോഴത്തെ സിസ്റ്റം. അതുപോലെ തന്നെ റിയർ സൈഡ്, അതായത് നമ്മുടെ ബാക്ക് സൈഡ് എങ്ങനെ നമുക്ക് തണുപ്പ് കൺട്രോൾ ചെയ്യണം, നല്ല തണുപ്പ് വേണോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫാൻ സ്പീഡ് ഒരു 4 ഇട്ടിട്ട് നല്ല തണുപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡ് തിരിച്ചാൽ ബ്ലൂവിൻ്റെ പരമാവധി ഇതിലാക്കുക. ഇനി അത്ര തണുപ്പ് വേണ്ടേ, അങ്ങനെ ടെമ്പറേച്ചർ കുറച്ച് ഒരു 20, 22, 25 അങ്ങനെ ആക്കാം. ഇനി 31 കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് പിന്നെ ഹോട്ടായിരിക്കും. AC തന്നെ ആയിരിക്കും ഓൺ ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ ഹോട്ടായിരിക്കും പിന്നെ വരാം ഈ റെഡ് ഭാഗത്തേക്ക് പോയാൽ. അപ്പോൾ ബ്ലൂ എന്നുള്ള ഭാഗം എപ്പോൾ മനസ്സിലാക്കുക, അതൊരു തണുപ്പ് ഭാഗം, നമുക്ക് കൂടുതലായിട്ട് ടെമ്പറേച്ചർ തണുപ്പായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഈ ബ്ലൂ എന്ന് പറയുന്ന ബട്ടൺ. ഇപ്പോൾ നല്ല ചൂടുള്ള പ്രതലത്തിൽ നിൽക്കുന്ന ഈ വാഹനം പെട്ടെന്ന് നമുക്ക് AC, നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് AC-ൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും AC പോയിട്ട് ഈ ഫാനിൻ്റെ സ്പീഡ് കൂട്ടൽ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കൽ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ വണ്ടി കയറിയപാട് ഈ പുഷ് ഓട്ടോ എന്ന് പറഞ്ഞ സംഭവം ഓട്ടോമാറ്റിക്, ഈ സ്വിച്ച് ഒന്ന് ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നമുക്ക് വേണ്ട തണുപ്പ് തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഈ പുഷ് ഓട്ടോ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ അമർത്തിയാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കുറച്ചിട്ട്, അതായത് ചൂടാണെങ്കിൽ ചൂട് കുറച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ടൈം ഏത് പൊസിഷനിലാണോ വിട്ടത്, ചൂടിലാണോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചിട്ടാണോ വിട്ടത്, ആ ഒരു പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തണുത്തിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ സ്വിച്ചാണ് ഈ പുഷ് ഓട്ടോ എന്ന് പറയുന്ന സ്വിച്ചസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോയുമായി ചെറിയ ടിപ്പുമായി ഇനിയും വരും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.